പ്രിയമുള്ളവരെ, നിങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിച്ച് പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നവരാണോ? അതുമല്ലെങ്കിൽ പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ മാർക്കറ്റിൽ നിന്നും വില കൊടുത്തു വാങ്ങുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 14 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ ഇത്തരം കൃത്യമായ ലേബൽ വിവരങ്ങളില്ലാതെ വിൽപ്പന നടത്തിയാൽ 3 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ്. അതുകൊണ്ട് പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 14 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഭക്ഷ്യവസ്തുവിൻ്റെ പേര്. ഏതൊരു ഭക്ഷ്യവസ്തുവിൻ്റെയും ലേബലിൽ നിർബന്ധമായിട്ടും ആ ഭക്ഷ്യവസ്തുവിൻ്റെ പേര് കൊടുത്തിരിക്കണം. ഇത്തരത്തിൽ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലേബലിൽ എന്ത് വിവരങ്ങൾ കൊടുക്കുമ്പോഴും അത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലോ അതുമല്ലെങ്കിൽ ഹിന്ദി ഭാഷയിലോ ആയിരിക്കണം. ഈ 2 ഭാഷയിൽ ഏതെങ്കിലും ഒരു ഭാഷയിലായിരിക്കണം നിങ്ങൾ ലേബൽ വിവരങ്ങൾ കൊടുക്കേണ്ടത്. അത്തരത്തിൽ നിങ്ങൾ പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട 1ാമത്തെ കാര്യമാണ് ആ ഭക്ഷ്യവസ്തുവിൻ്റെ പേര്. ഉദാഹരണത്തിന് നിങ്ങൾ വെളിച്ചെണ്ണയാണ് പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നതെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായിട്ടും കോക്കനട്ട് ഓയിൽ എന്ന് നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി 2ാമത്തെ കാര്യമാണ് ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരം, അതായത് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ആ പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നിട്ടുണ്ട് എന്ന് കൃത്യമായി കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് അവരോഹണ ക്രമത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം ആദ്യവും ഏറ്റവും കുറവടങ്ങിയിട്ടുള്ള ഘടകം അവസാനവും വരുന്ന രീതിയിൽ ഡിസെൻഡിങ് ഓർഡറിൽ അവരോഹണ ക്രമത്തിലാണ് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് കൊടുക്കേണ്ടത്. എന്നാൽ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് കൊടുക്കേണ്ടതില്ലാത്ത ചിലതുണ്ട്. അതാണ് ഒരു ഘടകം മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണെങ്കിൽ അതിൽ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് കൊടുക്കൽ നിർബന്ധമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ റൈസ് പൗഡർ, അരിപ്പൊടി, അതിൽ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് റൈസ് എന്ന് കൊടുക്കേണ്ടതില്ല. കാരണം അതിൽ ഒരു ഘടകം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഘടകം മാത്രം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് നിർബന്ധമായും കൊടുത്തുകൊള്ളണം എന്നില്ല. ഇനി 3ാമതായി പറയുന്നതാണ് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, പോഷകങ്ങളെക്കുറിച്ചുള്ള വിവരം. ഒരു പാക്കറ്റ് ഭക്ഷ്യവസ്തുവിൽ അതിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, എത്രത്തോളം ഫാറ്റ് ഉണ്ട്, അതിൽ എത്രത്തോളം സോഡിയം ഉണ്ട്, അതല്ലെങ്കിൽ എത്രത്തോളം കലോറി ഊർജ്ജമുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ലേബൽ വിവരങ്ങളിൽ കൊടുത്തിരിക്കണം. അതാണ് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ. എന്നാൽ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുക്കൽ നിർബന്ധമില്ലാത്ത കുറച്ച് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നിയമത്തിൽ പറയുന്നുണ്ട്. 1. വാട്ടർ, 2. കാർബണേറ്റഡ് വാട്ടർ, 3. ആൽക്കഹോളിക് ബിവറേജസ്, 4. സ്പൈസസ്, കറി പൗഡേഴ്സ്, അതുപോലെ ടീ, കോഫി, ചിക്കറി, ബബിൾ ഗം, ഫുഡ് അഡിക്റ്റീവ്സ്, ഫെർമെൻറ്റഡ് വിനെഗർ, സാൾട്ട്, ടേബിൾ ടോപ്പ് സ്വീറ്റ്നസ്. ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ മുകളിൽ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ നിർബന്ധമായും കൊടുത്തുകൊള്ളണമെന്നില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും മുകളിൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. 4ാമതായി പറയുന്ന കാര്യമാണ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് വെജ് ഓർ നോൺ വെജ്. ആ ഭക്ഷ്യവസ്തു വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് അറിയിക്കുന്നതിനുള്ള അതിൻ്റെ സിമ്പൽ, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സിമ്പൽ നിർബന്ധമായിട്ടും പാക്കറ്റ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ കൊടുത്തിരിക്കണം. വെജിറ്റേറിയൻ ലോഗോ നിങ്ങൾക്കറിയാം. ഗ്രീൻ സ്ക്വയറിനകത്ത് ഗ്രീൻ കളർ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സർക്കിളാണ് വെജിറ്റേറിയൻ ലോഗോ. നോൺ വെജിറ്റേറിയൻ ലോഗോയാണെങ്കിൽ ഒരു ബ്രൗൺ സ്ക്വയറിനകത്ത് ബ്രൗൺ കളർ ഫിൽ ചെയ്തിരിക്കുന്ന ട്രയാങ്കിളാണ് നോൺ വെജിറ്റേറിയൻ ലോഗോ. അപ്പോൾ ഇത്തരത്തിൽ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ തിരിച്ചറിയുന്നതിനുള്ള വെജ് നോൺ വെജ് ലോഗോ നിർബന്ധമായും കൊടുത്തിരിക്കണം. എന്നാൽ ചില ഫുഡ് ഐറ്റംസിൻ്റെ മുകളിൽ വെജ് ലോഗോയും നോൺ വെജ് ലോഗോയോ നിർബന്ധമായും കൊടുത്തുകൊള്ളണമെന്നില്ല. ഉദാഹരണമായിട്ട് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, മിനറൽ വാട്ടർ, കാർബണേറ്റഡ് വാട്ടർ, ആൽക്കഹോളിക് ബിവറേജ്, മിൽക്ക്, സോളിഡ് മിൽക്ക്, ഹണി തുടങ്ങിയവയുടെ മുകളിലൊന്നും നിർബന്ധമായിട്ടും അത് വെജാണോ നോൺ വെജാണോ എന്ന് തിരിച്ചറിയുന്ന ലോഗോ കൊടുക്കണമെന്നില്ല. ഇനി 5ാമതായി കൊടുക്കേണ്ട കാര്യമാണ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുഡ് അഡിക്റ്റീവ്സ്. ഒരു ഭക്ഷ്യവസ്തുവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് അഡിക്റ്റീവ്സുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിർബന്ധമായും നിങ്ങൾ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കണം. അത് ഒന്നെങ്കിൽ ആ ഫുഡ് അഡിക്റ്റീവ്സിൻ്റെ പേര് കൊടുത്തിരിക്കണം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട INS നമ്പർ, ഇൻ്റർനാഷണൽ നമ്പറിംഗ് സിസ്റ്റത്തിൽ പറയുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഉദാഹരണം, ഒരു ഫുഡ് ഐറ്റംസിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ കളർ സൺസെറ്റ് യെല്ലോ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ സൺസെറ്റ് യെല്ലോ ഉണ്ട് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ സൺസെറ്റ് യെല്ലോയുടെ INS നമ്പർ കൊടുത്തിരിക്കണം. 6ാമതായി പറയുന്നതാണ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ നിർമ്മാതാവിൻ്റെ, മാനുഫാക്ചറുടെ അല്ലെങ്കിൽ പാക്കറുടെ അല്ലെങ്കിൽ മാർക്കറ്ററുടെ അല്ലെങ്കിൽ ഇമ്പോർട്ടർ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണെങ്കിൽ ആ ഇമ്പോർട്ടറുടെ കൃത്യമായ പേരും വിലാസവും നെയിം ആൻഡ് കംപ്ലീറ്റ് അഡ്രസ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം.
ഇനി ഏഴാമതായി പറയുന്ന കാര്യമാണ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ FSSAI ലോഗോയും അതിൻ്റെ കൂടെ ആ നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്ററുടെ അല്ലെങ്കിൽ ബ്രാൻഡ് ഓണറുടെ അല്ലെങ്കിൽ ഇമ്പോർട്ടറുടെ FSSAI ലൈസൻസ് നമ്പർ 14 അക്ക ലൈസൻസ് നമ്പറും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇനി എട്ടാമതായി പറയുന്ന കാര്യമാണ് ആ ഭക്ഷ്യവസ്തുവിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ, എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര എണ്ണം എന്ന രീതിയിൽ നെറ്റ് ക്വാണ്ടിറ്റി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ റീറ്റെയിൽ പ്രൈസ് കൊടുത്തിരിക്കണം. അതുപോലെ കൺസ്യൂമർ കെയർ ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. ലീഗൽ മെട്രോളജി ആക്ട് 2009 പ്രകാരമാണ് ഈ വിവരങ്ങളെല്ലാം കൊടുത്തിരിക്കേണ്ടത്. ഇനി ഒമ്പതാമതായി പറയുന്ന കാര്യമാണ് ആ ഭക്ഷ്യവസ്തുവിൻ്റെ ബാച്ച് നമ്പർ അല്ലെങ്കിൽ കോഡ് നമ്പർ അല്ലെങ്കിൽ ലോട്ട് നമ്പർ. ഓരോ ഭക്ഷ്യവസ്തുവും നിർമ്മിക്കുമ്പോൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ ഒരു പ്രത്യേക ലോട്ട് നമ്പർ അല്ലെങ്കിൽ ബാച്ച് നമ്പർ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കും. അത്തരത്തിൽ കൊടുക്കുന്ന ബാച്ച് നമ്പർ അല്ലെങ്കിൽ ലോട്ട് നമ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ കൊടുത്തിരിക്കണം. ഇനി പത്താമതായി പറയുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഭക്ഷ്യവസ്തുവിൻ്റെ നിർമ്മാണ തീയതി, മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ എക്സ്പയറി ഡേറ്റും. മാനുഫാക്ചറിങ് ഡേറ്റും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ്, ഇത് രണ്ടും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. മാനുഫാക്ചറിങ് ഡേറ്റ് അല്ലെങ്കിൽ പാക്കിംഗ് ഡേറ്റ് ആൻഡ് യൂസ് ബൈ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ്, ഈ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആ ഭക്ഷ്യവസ്തുവിൻ്റെ ഷെൽഫ് ലൈഫ് 3 മാസത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾ മാനുഫാക്ചറിങ് ഡേറ്റ് അല്ലെങ്കിൽ പാക്കിംഗ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ എന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. അതായത് മാസവും വർഷവും മാത്രം കൊടുത്താൽ പോരാ, തീയതി അടക്കം കൃത്യമായിട്ട് ഡേറ്റ്, മന്ത്, ഇയർ എന്ന ഫോർമാറ്റിൽ തന്നെ കൊടുത്തിരിക്കണം. ഇനി ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ഷെൽഫ് ലൈഫ് 3 മാസത്തിൽ കൂടുതലാണോ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡേറ്റും മന്തും ഇയറും കൊടുത്തുകൊള്ളണമെന്നില്ല. മന്തും ഇയറും മാത്രം കൊടുത്താലും മതിയാവും. ഇനി ഡേറ്റ്, മന്ത്, ഇയർ എന്ന് കൃത്യമായി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിർബന്ധമില്ല എന്ന് മാത്രം. 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ മന്തും ഇയറും മാത്രം കൊടുത്താലും മതിയാകുമെന്നർത്ഥം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല നിർമ്മാതാക്കളും ഈ യൂസ് ബൈ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നതിന് പകരം ബെസ്റ്റ് ബിഫോർ ഡേറ്റ് ആണ് കൊടുത്തു കാണുന്നത്. ബെസ്റ്റ് ബിഫോർ ഡേറ്റ് കൊടുക്കൽ ഒരു മാൻഡേറ്ററി കാര്യമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതിയാവും. എന്നാൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് നിർബന്ധമായും കൊടുത്തിരിക്കണമെന്ന് മനസ്സിലാക്കുക. എന്നാൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് നിർബന്ധമായും കൊടുക്കേണ്ടതില്ലാത്ത ചില ഭക്ഷ്യവസ്തുക്കളും ഉണ്ട്. നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ നിന്നൊരു ഭക്ഷ്യവസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കൊടുത്തുകൊള്ളണമെന്നില്ല. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നുണ്ടോ അതിൻ്റെ മുകളിൽ എക്സ്പയറി ഡേറ്റ് കൊടുത്തുകൊള്ളണമെന്നില്ല. രണ്ടാമത്തെ, എല്ലാ തരത്തിലുള്ള വൈനുകളും നിങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ എക്സ്പയറി ഡേറ്റ് നിർബന്ധമായിട്ടും കൊടുത്തുകൊള്ളണം എന്നില്ല. മറ്റൊന്നാണ് ആൽക്കഹോളിക് ബിവറേജസ്, അതായത് 10% കൂടുതൽ ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള എല്ലാ ആൽക്കഹോളിക് ബിവറേജസും അവ നിങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ നിർബന്ധമായിട്ടും എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കൊടുത്തുകൊള്ളണമെന്നില്ല. അതുപോലെ വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി, ഷുഗർ ബോയിൽഡ് കോൺഫെക്ഷണറി, ഇൻഡസ്ട്രിയൽ യൂസിനുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സാൾട്ട്, ചൂയിങ്കം അല്ലെങ്കിൽ ബബിൾഗം, സോളിഡ് ഷുഗർ, ഇവയ്ക്കൊന്നും നിങ്ങൾ എക്സ്പയറി ഡേറ്റ് നിർബന്ധമായും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. മാനുഫാക്ചറിങ് ഡേറ്റും നിർബന്ധമായും കൊടുത്തുകൊള്ളണമെന്നില്ലാത്ത ചില ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ഷെൽഫ് ലൈഫ് 7 ദിവസത്തിൽ കുറവാണെങ്കിൽ, ബ്രെഡ്, മിൽക്ക് പോലെ അത്തരത്തിൽ 7 ദിവസത്തിൽ താഴെ മാത്രം ഷെൽഫ് ലൈഫുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റും കൊടുത്തുകൊള്ളണമെന്നില്ല. പകരം യൂസ് ബൈ ഡേറ്റ് മാത്രം കൊടുത്താൽ മതിയാകും. ഇനി മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും നിങ്ങൾ ഒരു ലേബലിൽ കൊടുത്തിരിക്കുമ്പോൾ രണ്ടും ഒരിടത്ത് തന്നെ നിർബന്ധമായും കൊടുത്തിരിക്കണം. അല്ലാതെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒരു വശത്തും എക്സ്പയറി ഡേറ്റ് വേറെ സ്ഥലത്തും കൊടുക്കുന്ന രീതി പാടില്ല. രണ്ടും ഒരുമിച്ച് കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇനി 11ാമതായി പറയുന്ന കാര്യമാണ്, ഒരു ഭക്ഷ്യവസ്തു ഇമ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഏത് കൺട്രിയിൽ നിന്നാണോ അത് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ കൺട്രി ഓഫ് ഒറിജിൻ നിർബന്ധമായിട്ടും ലേബലിൽ കൊടുത്തിരിക്കണം. 12ാമതായി കൊടുക്കേണ്ട കാര്യമാണ് ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്, അതായത് ഒരു ഭക്ഷ്യവസ്തു ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ഭക്ഷ്യവസ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ലേബലിൽ കൊടുത്തിരിക്കണം.
അപ്പോൾ 13-ാമതായി പറയുന്ന കാര്യമാണ് പല ആളുകളും ലേബലിൽ കൊടുക്കാതിരിക്കുന്നതുമായ ഒരു കാര്യമാണ്. അതായത് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുഡ് അലർജൻ. അതായത് അലർജിക്ക് കാരണമാകുന്ന കുറേ വസ്തുക്കളുണ്ട്. കോമൺ ആയിട്ട് പല ആളുകളും അലർജിക്ക് കാരണമാകുന്ന ചില ഘടകങ്ങളുണ്ട്. അത്തരം ഘടകങ്ങൾ നിങ്ങളുടെ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഡിക്ലറേഷൻ, ഇതിൽ ഇന്ന ഘടകം അടങ്ങിയിട്ടുണ്ടെന്ന് കൺസ്യൂമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം.